Dear students, welcome to Learner's World. In this video, I'm going to talk about Linguistics, Introduction and Fundamental Approaches. Introduction to Language and Linguistics, FUGP, Semester 5, B English Language and Literature, Calicut University. Linguistics, Introduction and Fundamental Approaches. Linguistics, ഭാഷാശാസ്ത്രം, അതിൻ്റെ ഇൻട്രൊഡക്ഷൻ, അതിൻ്റെ ഒരു ആമുഖവും അതിൻ്റെ അടിസ്ഥാന സമീപനങ്ങളുമാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ലിംഗ്വിസ്റ്റിക്സ് ഈസ് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ലാംഗ്വേജ്. ഭാഷാശാസ്ത്രം എന്ന് പറയുന്നത് മനുഷ്യ ഭാഷയെക്കുറിച്ചിട്ടുള്ള ഒരു ശാസ്ത്രീയ പഠനമാണ്. ഇറ്റ് സ്റ്റഡീസ് ഹൗ ലാംഗ്വേജ് ഈസ് സ്ട്രക്ചേർഡ്, യൂസ്ഡ് ആൻഡ് ഡെവലപ്ഡ്. അപ്പോൾ ഇതിൽ പഠിക്കുന്നത്, ലിംഗ്വിസ്റ്റിക്സിൽ പഠിക്കുന്നത് എങ്ങനെയാണ് ഭാഷ രൂപപ്പെട്ടിരിക്കുന്നത്, എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, വികസിക്കുന്നത് എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ലിംഗ്വിസ്റ്റ് സ്റ്റഡി ലാംഗ്വേജ് ഒബ്ജക്റ്റീവ്ലി ആൻഡ് സിസ്റ്റമാറ്റിക്കലി. ലിംഗ്വിസ്റ്റുകൾ, അതായത് ഭാഷാശാസ്ത്രജ്ഞർ ഭാഷയെ വളരെ വസ്തുനിഷ്ഠമായിട്ടും ചിട്ടയായിട്ടാണ് പഠിക്കുന്നത്. അൺലൈക്ക് ട്രഡീഷണൽ ഗ്രാമർ, ലിംഗ്വിസ്റ്റിക്സ് ഡസ് നോട്ട് മെയിൻലി ജഡ്ജ് ലാംഗ്വേജ് as correct or incorrect. Instead, it studies how people actually use language in real life situations. അതായത് പരമ്പരാഗത വ്യാകരണ പഠനം, അതായത് ട്രഡീഷണൽ ഗ്രാമർ എന്ന് പറയുന്നത് ഒരു ഭാഷാ പ്രയോഗം ശരിയാണോ തെറ്റാണോ എന്നൊക്കെ വിലയിരുത്തുന്നുണ്ട്. പക്ഷേ ലിംഗ്വിസ്റ്റുകൾ ചെയ്യുന്നത്, അതായത് ഭാഷാശാസ്ത്രം, ലിംഗ്വിസ്റ്റിക്സ് പ്രധാനമായിട്ടും ആളുകൾ യഥാർത്ഥ ജീവിതത്തിൽ ലാംഗ്വേജ്, ഭാഷ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് സ്റ്റഡി ചെയ്യുന്നത്. ഇറ്റ് എക്സാമിൻ സൗണ്ട്സ്, വേർഡ്സ്, സെൻറ്റൻസ് സ്ട്രക്ചർ, മീനിങ്, ലാംഗ്വേജ് യൂസ്. അപ്പോൾ ലിംഗ്വിസ്റ്റിക്സിൽ പരിശോധിക്കുന്നത് ഭാഷയിലെ ശബ്ദങ്ങൾ, വാക്കുകൾ, അതിൻ്റെ ഘടന, ഒരു സെൻറ്റൻസിൻ്റെ ഘടന, അർത്ഥം, ഭാഷയുടെ ഉപയോഗം ഒക്കെയാണ് പരിശോധിക്കുന്നത്. ലിംഗ്വിസ്റ്റിക്സ് ഓൾസോ സ്റ്റഡീസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലാംഗ്വേജ്, സൊസൈറ്റി, കൾച്ചർ ആൻഡ് ദ ഹ്യൂമൻ മൈൻഡ്. അതോടൊപ്പം തന്നെ ഭാഷാശാസ്ത്രം ഭാഷ, സമൂഹം, സംസ്കാരം, മനുഷ്യൻ്റെ മനസ്സ് തുടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ തമ്മിലുള്ള ബന്ധവും ഈ ലിംഗ്വിസ്റ്റിക്സ് പഠിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. It includes the study of spoken and sign language and is connected with subjects such as psychology, sociology, anthropology, philosophy and computer science. അതോടൊപ്പം തന്നെ ഈ ലിംഗ്വിസ്റ്റിക്സ് സംസാര ഭാഷയ്ക്കൊപ്പം സൈൻ ലാംഗ്വേജ്, അതായത് ആംഗ്യ ഭാഷകളും അതുപോലെ മറ്റ് ആശയവിനിമയ രീതികളും ഈ ലിംഗ്വിസ്റ്റിക്സിൻ്റെ പഠനത്തിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ സൈക്കോളജി, മനഃശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം, സോഷ്യോളജി, ആന്ത്രപ്പോളജി, നരവംശശാസ്ത്രം, കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളുമായിട്ടും ഈ ലിംഗ്വിസ്റ്റിക്സിന് ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. ദർ ആർ ഡിഫറെൻറ്റ് അപ്രോച്ചസ് ടു സ്റ്റഡി ഓഫ് ലാംഗ്വേജ്. ഇനി അപ്രോച്ചസ് ആണ്, ഈ ഭാഷയെ പഠിക്കുന്ന കുറച്ച് സമീപന രീതികളാണ് ഇനി പറയുന്നത്. ഭാഷയെ പഠിക്കുന്നതിന് വ്യത്യസ്ത സമീപനങ്ങളുണ്ട്. ദ ടു ഇമ്പോർട്ടൻറ്റ് അപ്രോച്ചസ് ആർ ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് പ്രിസ്ക്രിപ്റ്റീവ് അപ്രോച്ചസ്. രണ്ട് സമീപനങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് അപ്രോച്ചാണ്, വിവരണാത്മകമായിട്ടുള്ള ഒരു സമീപനമാണ്. മറ്റേത് പ്രിസ്ക്രിപ്റ്റീവാണ്, കുറച്ച് നിർദ്ദേശാത്മകമായിട്ടുള്ള സമീപനമാണ്. ദ ഡിസ്ക്രിപ്റ്റീവ് അപ്രോച്ച് സ്റ്റഡീസ് ഹൗ പീപ്പിൾ ആക്ച്വലി യൂസ് ലാംഗ്വേജ്. ഇനി ഡിസ്ക്രിപ്റ്റീവ് അപ്രോച്ച് നോക്കുകയാണെങ്കിൽ, വിവരണാത്മക സമീപനം നോക്കുകയാണെങ്കിൽ ആളുകൾ യഥാർത്ഥത്തിൽ ഭാഷ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നാണ് പഠിക്കുന്നത് ഡിസ്ക്രിപ്റ്റീവ് അപ്രോച്ചിൽ. ഇറ്റ് ഡസ് നോട്ട് ജഡ്ജ് ലാംഗ്വേജ് ഫോം as right or wrong. ഇറ്റ് gives importance to dialects, informal speech and everyday language. ഒരു ഭാഷാപ്രയോഗം ശരിയാണോ തെറ്റാണോ എന്ന് ഈ ഒരു അപ്രോച്ചിൽ നോക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് ഇൻഫോർമലായിട്ടുള്ള ഭാഷാ പ്രയോഗങ്ങൾ, അതുപോലെ ദൈനംദിന നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഭാഷാ പ്രയോഗങ്ങൾ എന്നിവക്കൊക്കെ ഇത് ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട് എന്നാണ് പറയുന്നത്. The prescriptive approach, on the other hand, gives rules about how language should be used. ഇനി പറയുന്നത് പ്രിസ്ക്രിപ്റ്റീവ് അപ്രോച്ചാണ്.
ഒരു നിർദ്ദേശാത്മക സമീപനമാണ്. ഭാഷ എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് നിയമങ്ങൾ, കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഇതിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് കോമൺലി ഫൗണ്ട് ഇൻ ട്രഡീഷണൽ ഗ്രാമർ, ഡിക്ഷണറീസ്, ഫോമൽ റൈറ്റിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ. അതായത് പരമ്പരാഗത വ്യാകരണം, ട്രഡീഷണൽ ഗ്രാമർ, ഡിക്ഷണറി, നിഘണ്ടുകൾ, ഔപചാരിക എഴുത്ത്, ഫോർമലായിട്ടുള്ള റൈറ്റിംഗ്, അതുപോലെ വിദ്യാഭ്യാസം എന്നിവയിൽ ആണ് ഈ സമീപനം, ഈ ഒരു പ്രിസ്ക്രിപ്റ്റീവ് അപ്രോച്ച് സാധാരണയായിട്ട് കണ്ടുവരുന്നത്. ഇറ്റ് ഹെൽപ്സ് മെയിൻറ്റെയിൻ സ്റ്റാൻഡേർഡ് ഫോംസ് ഓഫ് സ്പെല്ലിംഗ്, ഗ്രാമർ, പങ്ക്ച്വേഷൻ ആൻഡ് പ്രൊനൗൺസിയേഷൻ. അപ്പോൾ ഇതിൽ സ്റ്റാൻഡേർഡ് ഫോംസ് മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് സ്പെല്ലിങ് ഒക്കെ കറക്റ്റായിരിക്കണം, ഗ്രാമർ, അതുപോലെ പങ്ക്ച്വേഷൻ മാർക്സ്, കുത്ത്, കോമ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ബ്രാക്കറ്റൊക്കെ കറക്റ്റായിട്ട് ഇട്ടിരിക്കണം, പ്രൊനൗൺസിയേഷൻ കറക്റ്റായിരിക്കണം. ഇങ്ങനെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നിലനിർത്തിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്, പ്രിസ്ക്രിപ്റ്റീവ് അപ്രോച്ച്, ഈ ഒരു സമീപനം. അനദർ ഇമ്പോർട്ടൻറ്റ് ഡിസ്റ്റിങ്ഷൻ ഈസ് ബിറ്റ്വീൻ സിങ്ക്രോണിക് ആൻഡ് ഡയക്രോണിക് അപ്രോച്ചസ്. മറ്റ് രണ്ട് സമീപനങ്ങളാണ് സിങ്ക്രോണിക് ആൻഡ് ഡയക്രോണിക് അപ്രോച്ച് എന്ന് പറയുന്നത്. അതായത് സിങ്ക്രോണിക് എന്ന് പറയുമ്പോൾ സമകാലിക സമീപനവും ഡയക്രോണിക് എന്ന് പറയുന്നത് ചരിത്രപരമായ സമീപനവുമാണ്. ദ സിങ്ക്രോണിക് അപ്രോച്ച് സ്റ്റഡീസ് ഈസ് ലാംഗ്വേജ് അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ഇൻ ടൈം. അതായത് സിങ്ക്രോണിക് സ്റ്റഡി എന്ന് പറയുമ്പോൾ സമകാലിക സമീപനം, ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഭാഷ എങ്ങനെയാണെന്ന് പഠിക്കുന്ന ഒരു സമീപനമാണിത്. ഫോർ എക്സാമ്പിൾ, സ്റ്റഡി ഇൻ ദ ഗ്രാമർ ആൻഡ് വൊക്കാബുലറി ഓഫ് പ്രസൻറ്റ് ഇംഗ്ലീഷ് ഈസ് സിങ്ക്രോണിക് സ്റ്റഡി. അപ്പോൾ അതിനൊരു ഉദാഹരണം പറയുന്നുണ്ട്. ഇന്നത്തെ ഇംഗ്ലീഷിൻ്റെ വ്യാകരണവും വൊക്കാബുലറി, പദസമ്പത്തും പഠിക്കുന്നത് ഒരു സമകാലിക പഠനമാണ്. ഇനി അടുത്ത സമീപനം എന്ന് പറയുന്നത് ഡയക്രോണിക് അപ്രോച്ചാണ്. ദ ഡയക്രോണിക് അപ്രോച്ച് സ്റ്റഡീസ് ഹൗ ലാംഗ്വേജ് ചേഞ്ചസ് ആൻഡ് ഡെവലപ്സ് ഓവർ ടൈം. ഇറ്റ് എക്സാമിൻസ് ചേഞ്ചസ് ഇൻ പ്രൊനൗൺസിയേഷൻ, ഗ്രാമർ, വൊക്കാബുലറി ആൻഡ് മീനിങ്. അതായത് ഡയക്രോണിക് എന്ന് പറയുന്നത് ചരിത്രപരമായിട്ടുള്ള ഒരു സമീപനമാണ്. ഒരു ഭാഷ കാലക്രമത്തിൽ എങ്ങനെ മാറുകയും വികസിക്കുകയും ചെയ്തു എന്ന് പഠിക്കുന്ന ഒരു സമീപനമാണ് ഡയക്രോണിക് സ്റ്റഡി എന്ന് പറയുന്നത്. ഇതിൽ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ, അതുപോലെ ഗ്രാമർ, വൊക്കാബുലറി, മീനിങ് എന്നിവയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഒക്കെയാണ് ഇത് പരിശോധിക്കുന്നത്. അതായത് ഓൾഡ് ഇംഗ്ലീഷിൽ നിന്ന് ഇന്നത്തെ മോഡേൺ ഇംഗ്ലീഷിലേക്ക്, ആധുനിക ഇംഗ്ലീഷിലേക്കുള്ള വികസനം ചരിത്രപരമായ പഠനത്തിന് ഒരു ഉദാഹരണമാണ്. അതായത് ഒരു ഡയക്രോണിക് സ്റ്റഡിക്ക് ഉദാഹരണമാണെന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്കിനി ഇതിനെ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, ഇൻ കൺക്ലൂഷൻ, ലിംഗ്വിസ്റ്റിക്സ് ഈസ് എ സയൻറ്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജ്. The descriptive approach explains how people actually use language, while the prescriptive approach explains how language should be used. അപ്പോൾ ഭാഷാശാസ്ത്രം, ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഭാഷയെ ശാസ്ത്രീയമായും ചിട്ടയായും പഠിക്കുന്ന ഒരു ശാഖയാണ്. രണ്ട് അപ്രോച്ചുകൾ പറയുന്നുണ്ട്, ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് പ്രിസ്ക്രിപ്റ്റീവ്. ഡിസ്ക്രിപ്റ്റീവ്, വിവരണാത്മക സമീപനം, ആളുകൾ ഭാഷ യഥാർത്ഥത്തിൽ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് വിശദീകരിക്കുന്നു. എന്നാൽ പ്രിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ളത്, അതായത് നിർദ്ദേശാത്മക സമീപനം, ഭാഷ എങ്ങനെ ഉപയോഗിക്കണം എന്നതിന് നിയമങ്ങൾ നൽകുന്നുണ്ട്. വേറെയും ക്ലാസിഫിക്കേഷൻ ഉണ്ട്, സമീപനങ്ങളുണ്ട്. സിങ്ക്രോണിക് അപ്രോച്ച് സ്റ്റഡീസ് ലാംഗ്വേജ് അറ്റ് എ പെർട്ടിക്കുലർ ടൈം, whereas the diachronic approach studies its development through time. അതായത് സിങ്ക്രോണിക് ആൻഡ് ഡയക്രോണിക് അപ്രോച്ചസ് ആണ് ഇനി പറയുന്നത്. സിങ്ക്രോണിക് എന്ന് പറഞ്ഞാൽ സമകാലിക സമീപനം, ഒരു പ്രത്യേക കാലഘട്ടത്തിലെ ഭാഷയെ പഠിക്കുകയാണ് ചെയ്യുന്നത് സമകാലിക സമീപനം, സിങ്ക്രോണിക് സ്റ്റഡി എന്ന് പറയുന്നത്. ഡയക്രോണിക് സ്റ്റഡി എന്ന് പറയുന്നത് ചരിത്രപരമായ സമീപനമാണ്. ഭാഷയുടെ കാലക്രമത്തിലുള്ള മാറ്റവും വികാസവും ഒക്കെ പഠിക്കുന്നു. അതായത് ഓൾഡ് ഇംഗ്ലീഷ് മുതൽ ഇന്നത്തെ മോഡേൺ ഇംഗ്ലീഷ്, ആധുനിക കാലഘട്ടത്തിലെ ഭാഷ വരെയുള്ള ഒരു മാറ്റങ്ങൾ പഠിക്കുന്ന ഒരു സ്റ്റഡിയാണ് ഡയക്രോണിക് സ്റ്റഡി എന്ന് പറയുന്നത്. Together, these approaches helps us understand language from both structural and historical perspectives. അപ്പോൾ ഈ സമീപനങ്ങളെല്ലാം ചേർന്ന് ഭാഷയെ ഘടനാപരവും ചരിത്രപരവുമായിട്ടുള്ള രണ്ട് കാഴ്ചപ്പാടുകളിൽ മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു.